കോട്ടയത്ത് യുഡിഎഫിനുള്ളിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു. കോൺഗ്രസ് ചെറുകക്ഷികളെ അവഗണിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് ജെഡിയു കക്ഷികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതേസമയം പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും എല്ലാ കക്ഷികൾക്കും അർഹമായ പരിഗണന നൽകുന്നുണ്ടെന്നും ഡിസിസി പ്രസിഡന്റ് ടോമി കല്ലാനി പറഞ്ഞു. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കമാണ് കോട്ടയത്തെ യുഡിഎഫിന്റെ സീറ്റ് വിഭജനം വൈകിപ്പിക്കുന്നത്. പാലാ മുനിസിപ്പാലിറ്റിയിലും ഒട്ടുമുക്കാലും പഞ്ചായത്തുകളിലും ഇതുവരെ ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുന്നുവെന്ന പരാതിയുമായി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്, ജെഡിയു, ജെഎസ്, CMB കക്ഷികൾ രംഗത്ത് വന്നത്. സീറ്റുകൾ കോൺഗ്രസും കേരള കോൺഗ്രസും വീതം വെച്ചെടുക്കുന്നു. തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിക്കും UDF കൺവീനർക്കും നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് DCC പ്രസിഡന്റ് ടോമി കല്ലാനി പറഞ്ഞു. അർഹമായ പ്രാതിനിധ്യം എല്ലാ ഘടകകക്ഷികൾക്കും നൽകിയിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികൾക്കും അവരവരുടെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റുകൾ തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കും. ഇതിനിടെ LDFന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. CPI കഴിഞ്ഞാൽ ജില്ലയിൽ ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയത് കേരള കോൺഗ്രസ് സെക്യുലറിനാണ്. CPI കഴിഞ്ഞാൽ പിന്നെ ഈ ജില്ലയിൽ 2 സീറ്റ് കൊടുത്തത് ധാരണയാക്കിയിട്ടുള്ളത് സെക്യുലറാണ്. 13 ഡിവിഷനുകളുള്ള ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ 5 സീറ്റുകളാണ് സെക്യുലറിന് നൽകിയത്. 5 സീറ്റിൽ CPI മത്സരിക്കുമ്പോൾ 2 സീറ്റുകളിൽ CPI മത്സരിക്കും. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം.